മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ പിണറായി വിജയന്റെ പരാമർശം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ അടുത്ത തവണയും പാർട്ടി തിരിച്ചുവരില്ലെന്നും വിമർശനമുയർന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്ന് കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം ഉയർന്നു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായൺ ചേരുന്നു. പ്രദീപ് നാരായൺ, CPIM ഇപ്പോൾ വിമർശനങ്ങളുടെ കാലമാണ്. ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നാലെ ഇപ്പോൾ ഏരിയ കമ്മിറ്റികളിൽ സമാനമായ വിമർശനം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെതിരെ ഉയരുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും വിമർശനവും സ്വയംവിമർശനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സംഘടനാ രീതിയാണ്. അത്തരത്തിൽ ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ സംഘടനാ കമ്മിറ്റികൾക്കകത്ത് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു, വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും തൊട്ടു പിന്നാലെ ജില്ലാ കമ്മിറ്റികളും ചേർന്നിരുന്നു. അതിൽ രൂക്ഷ വിമർശനം എന്തായാലും നേതൃത്വത്തിനെതിരെ ഉണ്ടായി. അതിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെയാണ് രൂക്ഷ വിമർശനം ഉണ്ടായത്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷുമോനെ രേവന്ത എന്ന പരാമർശം അത് വലിയ രീതിയിൽ ദോഷം ചെയ്തു. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടർന്നാൽ അടുത്ത കാലത്തൊന്നും CPIM ഭരണത്തിൽ തിരിച്ചു വരില്ല എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട്. TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ മത്സരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു വിമർശനം കൂടി അവിടെ വരുന്നുണ്ട്. അതേസമയം കാസർഗോഡ് ജില്ലയിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചുകൂടി കടന്നുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടണമെന്നൊരു ഒരു വിമർശനം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത്. കാരണം പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ കണ്ണൂർ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായെന്നോണമാണ് തൃക്കരിപ്പൂരിൽ വലിയൊരു പരാജയം ഉണ്ടായത്. കാരണം നമുക്കറിയാം 6 പതിറ്റാണ്ടായി CPIM ഉള്ളംകൈയിൽ വെച്ചുകൊണ്ട് നടന്ന മണ്ഡലമാണ്. ആ മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി CPIMന് അടിപതറിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അത് വലിയ ക്ഷീണം ആ പ്രദേശത്ത് പാർട്ടിക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. ദിലീപ്, CPIMന്റെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും, ഏറ്റവും ഒടുവിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.